2024 ചോദിച്ച നീറ്റ് എക്സാമിനേഷൻ റിക്വസ്റ്റ് ആണ് കേട്ടോ. തെർമോഡൈനാമിക് സിസ്റ്റം ഇസ് ടേക്കൺ ത്രൂ എ സൈക്കിൾ ABCDA സൈക്ലിക് പ്രോസസ് ആണ്. ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് അലോങ് പാത്ത് BC is. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോഴേ നമുക്കൊരു കൺഫ്യൂഷൻ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. കാരണം നമ്മളിവിടെ എൻറ്റയർ പ്രോസസ്സിന്റെ വർക്ക് ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കറിയാം ഒരു സൈക്ലിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ ചോദിച്ചാൽ നമ്മൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ റോങ് ആൻസറിലേക്കായിരിക്കും എത്തുക. പക്ഷെ ഇവിടെ ചോദിക്കുന്നത് എന്താ, along the path BC എന്ന് പറയുന്നു. along the path BC നോക്കൂ, along the path BC എന്ന് പറയുന്ന പാത്ത് ഇതായി കാണുന്നതാണ്. ഈ നേരെ താഴേക്ക് വന്നാൽ വോളിയം കോൺസ്റ്റന്റ് എന്ന് മനസ്സിലാവും അല്ലെ. അപ്പൊ along the path BC എൻറ്റയർ പ്രോസസ് അല്ല ചോദിക്കുന്നത്, ABCD അല്ല, along the path BC മാത്രമാണ്. along the path BC. അപ്പൊ BC എന്ന് പറയുന്ന പ്രോസസ് എന്ത് പ്രോസസ്സാ? BC എന്ന് പറയുന്ന പ്രോസസ് നമുക്ക് നോക്കാം. ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം കണ്ടോ, ഫിക്സഡ് വോളിയം ആണ്, വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ പ്രോസസ്സിനെ എന്താ വിളിക്കുന്നത്? ഐസോകോറിക് പ്രോസസ് എന്ന് പറയും അല്ലെ. ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? P into delta V അല്ലെ, ചേഞ്ച് ഇൻ വോളിയം. ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്, അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എത്രയായിരിക്കും? വോളിയം കോൺസ്റ്റന്റ് ആണ് എങ്കിൽ ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കും. സോ P into 0 0 എന്ന ആൻസർ വരും. ഇവിടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ.